Once again, all of you, welcome back to my YouTube channel. My name is Adira. So today we are going to discuss about electronic configuration. അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നൊരു ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പീരിയോഡിക് ട്രെൻഡ്സ് ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, SCERT ടെക്സ്റ്റ് ബുക്ക് കെമിസ്ട്രി ചാപ്റ്റർ നമ്പർ 1. ഓക്കെ, അപ്പം ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്ഷെൽ എന്നതിനെ പറ്റിയിട്ട്, മെയിൻ ഷെല്ലിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു അറിവ് ഉണ്ടായിരിക്കണം. അപ്പം ബോർ ആറ്റം മോഡൽ അനുസരിച്ച് നമ്മൾ ഇലക്ട്രോൺസിനെ കൂടുതൽ കാണാനുള്ള ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് എപ്പോഴും കൂടുതലായിട്ട് കാണാനുള്ള പോസിബിലിറ്റി ഉള്ള സ്പേസസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഓർബിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് 4 ഓർബിറ്റ് ആണുള്ളത്. മെയിൻ ഷെൽസ് എന്ന് നമ്മൾ വേണമെങ്കിൽ പറയും. KLMN അതാണ് പ്രധാനപ്പെട്ട 4 മെയിൻ ഷെല്ലുകൾ. അപ്പം മെയിൻ ഷെൽസ് എന്ന് പറഞ്ഞാൽ KLMN ആർ ദ മെയിൻ ഷെൽസ്. അപ്പം മെയിൻ ഷെൽസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കണ്ടന്റ് പറയുന്നതിന്റെ കാരണം, ഈ ഒരു കണ്ടന്റ് ക്ലിയർ ആകാത്ത ഒരു കുട്ടിയെ കൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ സാധിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഈ സബ് ഷെല്ലും മെയിൻ ഷെല്ലും ഉറപ്പായിട്ട് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലോട്ട് കടക്കാം. അപ്പം മെയിൻ ഷെല്ലുകൾ KLMN. ഓക്കെ, അപ്പം മെയിൻ ഷെൽസിൽ ഇതെന്താണ് മെയിൻ ഷെൽ? അപ്പം ഷെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺസ് കാണാൻ പോസിബിലിറ്റി ഉള്ള സ്പേസസ് നമ്മൾ എന്തെന്ന് പറയുന്നു, ഈ ഷെൽസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഓർബിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ കെയില് മാക്സിമം ഉൾക്കൊള്ളാവുന്ന അല്ലെങ്കിൽ ഒക്കുപ്പൈ ചെയ്യാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. കെയില് 2, എല്ലില് 8, എമ്മില് 18, എന്നില് 32. ഓക്കെ, അപ്പം ഇത് ഓർത്തു വെക്കുക. കെയില് 2, എല്ലില് 8, എമ്മില് 18, എന്നില് 32. ഇനി ഇത് മെയിൻ ഷെൽസ് ആണ്. ഇനി എന്തുണ്ട്, സബ് ഷെൽസ് ഉണ്ട്. ഇവയ്ക്ക് ഓരോന്നിനും സബ് ഷെല്ലുകൾ ഉണ്ട്. കെയുടെ സബ് ഷെൽ എന്ന് പറയുന്നത് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, S. ഓക്കെ, അപ്പൊ കെയുടെ സബ് ഷെൽ ആണ് S എന്ന് പറയുന്നത്. എല്ലിന്, അപ്പം എല്ലാ മെയിൻ ഷെൽസിനും ഉള്ള ഒരു സബ് ഷെൽ ആണ് എന്ത്, S എന്ന് പറയുന്നത്. അപ്പം എല്ലിനും എന്തുണ്ട്, S ഉണ്ട്. എമ്മിനകത്തും S എന്ന് പറയുന്ന സബ് ഷെല്ലുണ്ട്. എന്നിനകത്തും S എന്ന് പറയുന്ന ഒരു സബ് ഷെല്ലുണ്ട്. ഇനി ഈ S എന്ന് പറയുന്ന സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. ഈ എസിനകത്ത് ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസ് എത്ര ആണ്, 2. ഏത് കെയുടെ S ആണെങ്കിലും എല്ലില്, എമ്മില്, എന്നില്, ഇവ 3 വന്നാലും എസില് മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളത്തുള്ളൂ, 2 എണ്ണമേ ഉള്ളൂ. അപ്പം ഇവിടെയും എന്തുണ്ട്, 2 ഇലക്ട്രോൺസ്, ഇവിടെയും 2, ഇവിടെയും 2. അപ്പം എല്ലില് മാക്സിമം 8 ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് 2 ഇലക്ട്രോൺസ് ഇപ്പൊ ആർക്ക് കൊടുത്തു, S സബ് ഷെല്ലിന് കൊടുത്തു. ഇനി അവിടെ മാക്സിമം എത്ര എണ്ണം കൂടെ ഉള്ളൂ, 8ൽ നിന്ന് 2 എണ്ണം എസിന് കൊടുത്തു. പിന്നെ അവിടെ 6 എണ്ണമേ ഉള്ളല്ലോ. അപ്പൊ രണ്ടാമത്തെ എല്ലിന്റെ സബ് ഷെല്ലാണ് P എന്ന് പറയുന്നത്. Pയില് അപ്പം 8 എണ്ണത്തിൽ 2 എണ്ണം എസിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ Pയില് കൊടുക്കാൻ എത്ര എണ്ണേ ഉള്ളൂ, 6. അപ്പൊ Pയില് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 6. 6 2 എത്രയായി, 8. ഓക്കെ ആണല്ലോ. അപ്പം കെയ്ക്ക് ആകെ ഒരൊറ്റ സബ് ഷെല്ലുള്ളത് S ആണ്. എസില് മാക്സിമം 2 ഇലക്ട്രോൺസ്, അതുകൊണ്ട് കെയില് മാക്സിമം എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ, 2. അപ്പൊ സെക്കൻഡ് മെയിൻ ഷെൽ എന്ന് പറയുന്നത് L ആണ്. എല്ലിന് 2 സബ് ഷെല്ലുകളുണ്ട്, എസും ഉണ്ട്, പിയും ഉണ്ട്. എസില് 2 ഇലക്ട്രോൺസ്, പിയില് 6 ഇലക്ട്രോൺസ്. 6 + 2 എടുക്കുമ്പോൾ 8, മാക്സിമം 8 ഇലക്ട്രോൺസ്. ഇനി എമ്മിനുമുണ്ട് പി എന്നൊരു സബ് ഷെല്ല്, എന്നിനുമുണ്ട് പി ഏതാണെങ്കിലും മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 6 ആണ്. അപ്പൊ ഇവിടെയും എത്ര ഉണ്ട്, 6. ഇനി തേർഡ് സബ് ഷെല്ലിന്റെ പേരാണ് D. ഓക്കെ, തേർഡ് സബ് ഷെല്ലിന്റെ പേരാണ് D എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മള് എസില് 2 എണ്ണം കൊടുത്തു, പിയിൽ 6 എണ്ണം കൊടുത്തു. അപ്പം 6ഉം 2ഉം 8 ആയി. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 10 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 10 ഇലക്ട്രോൺസ് എവിടെ കൊടുക്കാം, D എന്നുള്ള സബ് ഷെല്ലില് കൊടുക്കാം. അപ്പം 10 + 6 16 + 2 18. മൊത്തം ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ N എന്നുള്ള സബ് ഷെല്ലിനകത്ത് എസും ബിക്കും 6 കൊടുത്തു. അപ്പൊ അവിടെ ഏതും കൂടെ വരണം, D വരണം. ഡിയില് മാക്സിമം എത്ര ഇലക്ട്രോൺസ് ആണ്, 10. ഇനി ഒരു സബ് ഷെല്ലിനുണ്ട് എഫില് കൊള്ളാവുന്നത്. അപ്പൊ നോക്കാം, 10 16 2 18 ആണല്ലോ. ഇനി ബാക്കി അതിനകത്തൊരു 14 ഇലക്ട്രോൺസ് ഉണ്ട്. അതിനെ ആർക്ക് കൊടുക്കും, F എന്നൊരു സബ് ഷെല്ലിന് കൊടുക്കുക. അപ്പം ആദ്യം ഇലക്ട്രോൺസ് നമ്മൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിന് മുമ്പിട്ട് സബ് ഷെല്ലും മെയിൻ ഷെൽസും അതിനകത്ത് മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണവും കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ മെയിൻ ഷെൽസ് എന്ന് പറയുന്നത്
കെ എൽ എം എൻ ആണ്. കെയില് മാക്സിമം ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2, എല്ലില് 8, എമ്മില് 18, എന്നില് 32. ഇനി കെയുടെ സബ്ഷെൽ എന്ന് പറയുന്നത് എസ് മാത്രമാണ് കെയുടെ സബ്ഷെല്. എസിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണം 2. ദെൻ എല്ലിന് 2 സബ്ഷെല്ലുകളുണ്ട്, എസും പിയും. ഏതൊരു എസ്, ഇനി കെയുടെ എസ് ആണെങ്കിലും പിയുടെ ആണെങ്കിലും എമ്മിന്റെ ആണെങ്കിലും കെയുടെ എല്ലിലോ എമ്മോ എന്നിന്റെയോ ഏതിൽ എസ് ആണെങ്കിലും മാക്സിമം 2 ഇലക്ട്രോൺസേ അത് കൊള്ളത്തുള്ളൂ. പിന്നെ അപ്പം എല്ലിലെ സെക്കൻഡ് സബ്ഷെൽ എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത്, പിയിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 6. ദെൻ തേർഡ് സബ്ഷെൽ ആണ് ഡി എന്ന് പറയുന്നത്. ഡിയിൽ മാക്സിമം 10. ഫോർത്ത് വൺ ആണ് എഫ്. എഫിൽ മാക്സിമം 14 ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സോഡിയം എന്നൊരു എലമെന്റ് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്ന എലമെന്റിന്റെ പേര് സോഡിയം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ഇനി ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഈ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം അപ്പം ഒന്നാമത്തേത് എന്തായാലും കെ എന്നുള്ള മെയിൻ ഷെല്ലാണ്. അപ്പം അത് ഒന്നാമത്തെ ഷെല്ലാണല്ലോ, അല്ലെങ്കിൽ അതിന്റെ ഷെൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 1. കെയുടേത് 1 ആണ് ഷെൽ നമ്പർ, എല്ലിൻ്റെത് ഷെൽ നമ്പർ 2, എമ്മിന്റെ ഷെൽ നമ്പർ 3, എന്നിന്റെ ഷെൽ നമ്പർ 4. അതുകൊണ്ട് ഇത് ഷെൽ നമ്പർ 1. 1ന്റെ എസ് ആയതുകൊണ്ട് നമ്മൾ അതിന് എന്ത് കൊടുക്കും? 1s എന്ന് ഫസ്റ്റ് കൊടുക്കും. 1s. അതിനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസ് പറ്റും? 2. അപ്പൊ എത്ര കൊടുത്തു? 1s2. ഇനി രണ്ടാമത്തെ, അതായത് എല്ലിനകത്ത് എസ് ആകുമ്പം 2s. ഓക്കെ, 2s2. ഇപ്പൊ നമ്മൾ എത്ര ഇലക്ട്രോൺസ് കൊടുത്തു? 4 എണ്ണം കൊടുത്തു. ഇനി അടുത്ത ഏതുണ്ട്? ഇതിനകത്ത് 2ക്ക് തന്നെ എല്ലിനകത്ത് ഒരു പി കൂടെ ഉണ്ട്, അതായത് 2p6. ഓക്കെ, 2p6. ഇനി എന്തും കൂടെ വരണം? 6 2 8 2 10 അല്ലേ? ഒരെണ്ണം കൂടെ ഇല്ലേ? അപ്പൊ അതേതാണ്? 3s1. ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയിട്ടുണ്ട്? 2, 4, 6 4 10 പ്ലസ് 1 11. ഇതാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അതാണ് മെയിൻ ഷെല്ലും സബ് ഷെല്ലും പഠിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ മെയിൻ ഷെൽ എന്ന് പറയുന്നത് കെ എൽ എം എൻ ആണ്. സബ് ഷെൽ എന്ന് പറയുന്നത് എസ് പി ഡി എഫ്. എസില് മാക്സിമം 2, പിയില് 8, പിയിൽ 6, ഡിയില് എക്സില് മാക്സിമം 2, പിയിലെന്ന് പറയുന്നത് 6, ഡിയിലെന്ന് പറയുന്നത് 10, ദെൻ എഫ് എന്ന് പറയുന്നത് 14. ഇതാണ് നമ്മളുടെ ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാവുന്ന അതിന്റെ മാക്സിമം നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അപ്പൊ കെയുടെ ഷെൽ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് അതിന്റെ സബ് ഷെല്ലിനൊപ്പം നമ്മൾ എന്ത് ചേർക്കും? 1s എന്ന് ചേർക്കും. അപ്പം ഈ എൽ എന്നുള്ളതിന്റെ ഷെൽ നമ്പർ 2 ആണ്, അതുകൊണ്ട് അത് 2sഉം 2pയും. ഇനി എമ്മിന്റെ ഷെൽ നമ്പർ 3 ആണ്, അതുകൊണ്ട് അത് 3s 3p 3d. ഇനി എന്നിന്റെ ഷെൽ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്, അതുകൊണ്ട് 4s 4p 4d 4f എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം നമ്പേഴ്സ് കൊടുക്കുന്നത്. അപ്പം സോഡിയത്തിൻ്റെതാണിത്. ഇനി അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കണം? 1s. എസില് മാക്സിമം കൊടുക്കുക. എത്ര ഇലക്ട്രോണേ ഉള്ളൂ ഇവിടെ? 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് വേണം? 1s1. ഓക്കെ, 1s1. എങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 12. അറ്റോമിക് നമ്പർ ഓഫ് മഗ്നീഷ്യം എന്ന് പറയുന്നത് 12. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴോ 1s2, നെക്സ്റ്റ് 2s2, 2p6, 3s. അപ്പൊ നോക്കാം, 2 4 4 + 6 10. ഇനി എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നിങ്ങളുടെ കയ്യില്? 2. അപ്പൊ എത്ര കൊടുക്കണം? 3s2. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താ കമന്റ്സ് ആയിട്ട് അവിടെ എഴുതിയിടാം. ഞാൻ അത് എന്ത് ചെയ്യുന്നതായിരിക്കും? ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.